2024 പുറത്തിറങ്ങിയ ഇന്ത്യൻ ചലച്ചിത്രം ഫൈറ്ററിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. പാകിസ്ഥാനിൽ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുവാണ്. കാശ്മീരിനായുള്ള പാകിസ്ഥാന്റെ മുറവിളികൾക്ക് ശേഷം അവർ വീണ്ടും പല ആക്രമണങ്ങളും നടത്താൻ നോക്കിയെങ്കിലും ഇന്ത്യ അതിനൊക്കെ പ്രത്യാക്രമണം ചെയ്തും അതിനെയൊക്കെ തടഞ്ഞും സ്വന്തം രാജ്യത്തെയും കാശ്മീരിനെയും സംരക്ഷിച്ചു നിർത്തുന്നു. അതിലവിടുത്തെ പട്ടാളക്കാർക്കും തീവ്രവാദി സംഘടനകൾക്കുമൊന്നും ഒട്ടും തൃപ്തിയുണ്ടായിരുന്നില്ല. എങ്ങനെയും ഇന്ത്യക്കെതിരെ വലിയൊരു ആക്രമണം നടത്തണം എന്നത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ ഇനി എന്തു ചെയ്യും, എല്ലാം പാളുകയാണല്ലോ എന്ന മട്ടിൽ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട മതനേതാവ് എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി ഒരു തീവ്രവാദിയെ പരിചയപ്പെടുത്തുന്നു. ISI തീവ്രവാദിയായിട്ടുള്ള അസർ അക്തറിനെ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിന് അവർ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് പലയിടത്തും അസ്ഹർ വലിയ സ്ഫോടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കിട്ടടിക്കുമ്പോൾ ചെറുതൊന്നും പോരാ, വലിയ തോതിലുള്ള അടി കൊടുക്കണം എന്ന് അസ്ഹർ നിർദ്ദേശിക്കുന്നു. അസ്ഹർ പറയുന്നത് ഇന്ത്യയുടെ ശ്രീനഗർ എയർഫോഴ്സ് സ്റ്റേഷൻ തന്നെ അങ്ങ് ആക്രമിച്ചേക്കാം എന്നായിരുന്നു. കഥ അവിടെ നിന്നും ശ്രീനഗർ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് തിരിയുന്നു. തുടർച്ചയായി അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്ന തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റവും ആക്രമണവും ഒക്കെ കണക്കിലെടുത്ത് പെട്ടെന്നുള്ള ആക്ഷന് വേണ്ടി ഒരു ടീം രൂപീകരിക്കാൻ ക്യാപ്റ്റൻ രാകേഷ് സിംഗിന് ഒരു നിർദ്ദേശം വന്നിരുന്നു. എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു കോൾ നെയിം ഉണ്ടാകും. റോക്കി എന്ന പേരിലായിരുന്നു രാകേഷ് അറിയപ്പെട്ടിരുന്നത്. രാകേഷ് അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പൈലറ്റുമാരുടെ ഒരു സംഘത്തെ വിളിച്ചു വരുത്തുന്നു. എയർ ഡ്രാഗൺസ് എന്ന പേരിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ റോക്കി ആയിരിക്കും. കൃത്യമായി പറഞ്ഞാൽ CEO, കമാൻഡിംഗ് ഓഫീസർ. വൈകാതെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ട മികച്ച പൈലറ്റുകൾ ശ്രീനഗർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ആദ്യം എത്തിയത് ഫൈറ്റർ ജെറ്റ് പൈലറ്റായ താജും ബാഷുമായിരുന്നു. പിന്നാലെ ഹെലികോപ്റ്റർ പൈലറ്റ് മിന്നിയും സുക്കിയും അങ്ങോട്ടേക്ക് എത്തി. ശേഷം എത്തുന്നതായിരുന്നു കഥാനായകൻ ഷംഷേർ പത്താനിയ എന്ന പാറ്റി. അത്രമേൽ മികച്ച ഫൈറ്റർ ജെറ്റ് പൈലറ്റാണ് അയാൾ. അവരിൽ പലരും തന്നെ സ്ക്വാഡ്രൺ ലീഡേഴ്സ് ആയിരുന്നു, അതായത് എയർഫോഴ്സിലെ ഉന്നത റാങ്കിലുള്ളവർ. പാറ്റിയെ കണ്ടപ്പോൾ മുതൽ മിന്നിക്ക് കുറച്ച് ധാർഷ്ട്യമുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല പാറ്റിയും താജും പണ്ട് തൊട്ടേ പരിചയക്കാരാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അവരവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്. സംസാരത്തിൽ നിന്നും പാറ്റിക്ക് എന്തോ ഹിസ്റ്ററിയുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നു. അത്ര ഹാപ്പിയൊന്നും അല്ലാത്ത പോലായിരുന്നു പാറ്റി കാണപ്പെട്ടിരുന്നത്. വൈകാതെ എയർ ഡ്രാഗൺസിന്റെ മീറ്റിംഗ് വിളിപ്പിക്കപ്പെട്ടു. കമാൻഡിംഗ് ഓഫീസർ റോക്കി നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്തുകൊണ്ടാണ് എയർ ഡ്രാഗൺസ് രൂപപ്പെടുത്തിയതെന്നും എന്തിനു വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നും ആദ്യമേ റോക്കി പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാരെയും തീവ്രവാദികളെയും എതിരിടാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാക്ടീസ് മാത്രമാണ് എന്നും പ്രത്യേകം അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ പാറ്റിയെ ലക്ഷ്യം വെച്ചിട്ടെന്ന പോലെ ഇതൊരു ടീം വർക്കാണെന്നും ആരും ഒറ്റയ്ക്ക് തീരുമാനങ്ങളെടുത്ത് ഹീറോ ചമയാൻ ശ്രമിച്ച് സ്വന്തം ടീമിനെ പരാജയപ്പെടുത്തരുതെന്നും അഭ്യാസങ്ങൾ കാണിക്കാനുള്ള ഇടമല്ല ഇവിടമെന്നും അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആദ്യമേ തൊട്ടേ കമാൻഡിംഗ് ഓഫീസർ റോക്കിക്കും പാറ്റിക്കുമിടയിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാകുന്നു. എന്തായാലും അവരാണ് ഒരു ടീമെന്നും എൻജോയ് ചെയ്ത് ടീമിനിടയിൽ ബോണ്ടിംഗ് ഉണ്ടാക്കിയെടുക്കാനും റോക്കി ആവശ്യപ്പെടുവാണ്. അങ്ങനെ ടീം ഒന്നിച്ച് വെളിയിൽ വരുന്നു. അവരൊന്നിച്ച് വൈകിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോകാനും പ്ലാൻ ചെയ്യുവാണ്. അവിടെ താജിന്റെ ഭാര്യ സാച്ചിയും ഉണ്ടായിരുന്നു. ചെറുപ്പകാലം തൊട്ട് സാച്ചിയും പാറ്റിയും പരിചയക്കാരാണ്. വർഷങ്ങൾക്ക് ശേഷം കണ്ടതിലുള്ള സന്തോഷം ഇരുവരും പങ്കുവെച്ചു. വളരെ രസകരമായി അവരുടെ അന്നത്തെ ഈവനിംഗ് കടന്നുപോകുന്നു. അവർ തമ്മിൽ തമാശകൾ പറഞ്ഞും രസകരമായ ഇൻസിഡൻസ് ഉണ്ടാക്കിയും വളരെയധികം അടുത്തു വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ മിന്നിക്ക് പാറ്റിയോട് ചെറിയ പ്രണയ താല്പര്യമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അല്പം ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന എന്നാൽ മനസ്സിൽ നന്മയുള്ള പാറ്റിയെ മിന്നി തിരിച്ചറിയാൻ തുടങ്ങി. ഓരോരുത്തരും അവർ എന്തുകൊണ്ട് എയർഫോഴ്സിൽ ചേർന്നു എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മിന്നിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ മിന്നി മറുപടി പറഞ്ഞു, ചിലർക്ക് താൻ എയർഫോഴ്സിൽ ചേരരുതെന്ന് തോന്നി, അതുകൊണ്ടാ താൻ ചേർന്നത് എന്ന് മിന്നിയുടെ മറുപടി പാറ്റിയെ എന്തുകൊണ്ടോ ആകർഷിച്ചിരുന്നു. മിന്നി പാറ്റിയോട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും ധാർഷ്ട്യത്തോടെ പാറ്റി അതൊക്കെ അവഗണിച്ചു. പാറ്റി എഴുന്നേറ്റ് പോയ സമയത്ത് സാച്ചിക്കടുത്ത് മിന്നി ഇത്രയും അറഗൻസ് ഒരു പൈലറ്റിലും താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഉടൻ വന്നു സാച്ചിയുടെ മറുപടി, അവനെ പൈലറ്റായി കാണുന്നില്ലല്ലോ, പിന്നെ അവിടാണ് ഫൈറ്റർ എന്ന ചലച്ചിത്രത്തിന്റെ ടൈറ്റിൽ തെളിയുന്നത്. പാറ്റിയെ സംബന്ധിച്ചിടത്തോളം പാറ്റി എപ്പോഴും ഒരു ഫൈറ്റർ ആയിരുന്നു. പിന്നീട് പ്രാക്ടീസും ബോണ്ടിങ്ങും ഒക്കെയായി ദിവസങ്ങൾ കടന്നുപോയി. എയർ ഡ്രാഗൺ മെമ്പേഴ്സ് തമ്മിൽ വളരെ വലിയൊരു അടുപ്പവും രൂപപ്പെട്ടു. ഇതേസമയം അസ്ഹർ ഇന്ത്യയിലെത്തിയിരുന്നു. അവിടെയുള്ള സ്വതന്ത്ര കാശ്മീർ ആഗ്രഹിക്കുന്ന ഒരു മതനേതാവിനെ നേരിൽ കണ്ട് അസ്ഹർ വെടിമരുന്ന് കടത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇന്ത്യൻ ആർമി അയാളെ പിടികൂടി. മറുവശത്ത് കമാൻഡിംഗ് ഓഫീസർ റോക്കിയുടെ നേതൃത്വത്തിൽ ട്രെയിനിങ് തുടരുകയായിരുന്നു. മോക്ക് ഡ്രിൽ പോലെ ഒരു സാമ്പിൾ മിഷൻ. സുക്കിയും മിന്നിയും ചോപ്പറുമായി അറ്റാക്ക് നടക്കുന്നിടത്തേക്ക് പോകും. പാറ്റിയും താജും തങ്ങളുടെ ഫൈറ്റർ ജെറ്റിൽ അവർക്ക് പ്രൊട്ടക്ഷൻ ഏകണം. അതിനെ എതിരിടാൻ കമാൻഡിംഗ് ഓഫീസർ റോക്കിയും
അസിസ്റ്റന്റ് നോട്ടിയും ചേർന്ന് ശത്രുക്കളെ പോലെ ഫൈറ്റർ ജെറ്റിൽ വരും. അവരെ തടഞ്ഞ് ചോപ്പർ സംരക്ഷിക്കുക എന്നതാണ് പാറ്റിയുടെയും താജിന്റെയും ലക്ഷ്യം. താജിനെയായിരുന്നു അതിന് ലീഡറായി പ്രഖ്യാപിച്ചതും. വൈകാതെ ട്രെയിനിങ് മിഷൻ ആരംഭിച്ചു. ഹെലികോപ്റ്റർ പ്രൊട്ടക്ട് ചെയ്യലാണ് ടാസ്ക് എങ്കിലും റോക്കിയുടെ ജെറ്റ് തങ്ങളുടെ എതിരിലേക്ക് വന്നതും പാറ്റി അതിനു പിന്നാലെ അതിനെ നേരിടാൻ പോയി. റോക്കി ആകട്ടെ പാറ്റിയെ ചോപ്പറുകൾ ഉള്ളിടത്തു നിന്ന് ദൂരത്തേക്ക് കൊണ്ടുപോയിരുന്നു. പാറ്റിയുടെ ലക്ഷ്യം റോക്കിയുടെ ജെറ്റിനെ ടാർഗറ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു. മിഷനായ ചോപ്പർ പ്രൊട്ടക്ഷനിൽ നിന്നും റോക്കി പാറ്റിയെ വിദഗ്ധമായി വഴിതെറ്റിച്ചു. മികച്ച പൈലറ്റായ റോക്കിയുടെ ജെറ്റിനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുവാൻ പാറ്റിക്കായെങ്കിലും നോട്ടി അപ്പോഴേക്കും വന്ന് ചോപ്പറിനെ ആക്രമിച്ചിരുന്നു. താജിനത് തടയാൻ സാധിച്ചില്ല. അതോടെ മിഷൻ പരാജയപ്പെട്ടു. പിന്നെ പറയണോ, ബേസിലെത്തിയതും കമാൻഡിംഗ് ഓഫീസർ റോക്കി അതിന്റെ പേരിൽ പാറ്റിയെ കഠിനമായി വിമർശിച്ചു. പണ്ടേ പാറ്റി അങ്ങനാണെന്നും ഓർഡറുകൾ കൃത്യമായി എടുക്കില്ലെന്നും നിങ്ങൾക്കൊക്കെ ഈ ട്രെയിനിങ്ങിൽ 0 മാർക്കാണ് എന്നും റോക്കി കുറ്റപ്പെടുത്തി. പാറ്റി ചോദിച്ചു, എയർഫോഴ്സിലെ ഏറ്റവും മികച്ച പൈലറ്റിനെയല്ലേ സാർ താൻ ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്തത്? തനിക്ക് മാർക്കൊന്നുമില്ലേ? കമാൻഡിംഗ് ഓഫീസർ റോക്കി പറഞ്ഞു, യുദ്ധത്തിൽ മാൻ ഓഫ് ദ മാച്ച് ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെയാണ്. ഇന്നും നിന്റെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം ആ ചോപ്പർ പൈലറ്റുകൾ കൊല്ലപ്പെട്ടു. ട്രെയിനിങ്ങിലാണെങ്കിൽ പോലും അത് പാറ്റിയുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. പാറ്റി റൂമിലേക്ക് പോയി തന്റെ പെട്ടി തുറന്നു. അതിൽ പാറ്റിയും പാറ്റിയുടെ ഫിയാൻസിയായ ഗേൾഫ്രണ്ടും ഒന്നിച്ചുള്ള ചിത്രമുണ്ടായിരുന്നു. ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ പൈലറ്റായ നൈന കൊല്ലപ്പെട്ടതാണ് എന്നും ആ നിമിഷം വ്യക്തമാകുന്നു. അന്ന് വൈകിട്ട് ടീംമേറ്റ്സ് ഒന്നിച്ചുകൂടിയിരുന്നു. പാറ്റി ഏറെ ദുഃഖിതനായി കാണപ്പെട്ടു. മിന്നി പാറ്റിയെ സമാധാനിപ്പിക്കാൻ അവൻ അടുത്തു ചെന്നിരുന്നു. അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. അന്നായിരുന്നു മിന്നിയുടെ കഥ പാറ്റി അറിയുന്നത്. മിന്നിയുടെ അച്ഛനും അമ്മയും മിന്നിയുമായി ഇപ്പോൾ വലിയ ബന്ധത്തിലൊന്നുമല്ല. മിന്നിയുടെ അച്ഛന് മിന്നി എയർഫോഴ്സിൽ ചേരുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല. കുറച്ച് പഠിച്ച് കല്യാണം കഴിപ്പിച്ചയക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. മിന്നി എയർഫോഴ്സിൽ ചേരണം എന്ന് തന്നെ വാശി പിടിച്ചു. മിന്നി എയർഫോഴ്സിൽ ചേർന്ന അന്ന് തന്നെ തന്റെ മകൾ മരിച്ചു എന്നായിരുന്നത്രേ ആ അച്ഛൻ പറഞ്ഞത്. പിന്നീട് ഇന്നുവരെ അച്ഛൻ അവളെ കോണ്ടാക്ട് ചെയ്തിട്ടേയില്ല. എയർഫോഴ്സ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥലമല്ല എന്നായിരുന്നു ആ അച്ഛന്റെ വാദം. മിന്നി പറഞ്ഞു, അച്ഛനെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ ഉയരത്തിൽ പറക്കുന്നത് കാണുവാൻ പലർക്കും ഇപ്പോഴും സാധിക്കാറില്ല. അതിനെതിരെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിന്നിയുടെ വാക്കുകൾ പാറ്റിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. പാറ്റിക്ക് അവളോടൊരു ഇഷ്ടം തോന്നി. അന്ന് രാത്രിയും അവരെല്ലാവരും ഒന്നിച്ച് ഏറെ ആഘോഷിച്ചു. കുറച്ചു കഴിഞ്ഞതും പാറ്റി പോയിരുന്നു. പാറ്റി പോയതറിഞ്ഞ മിന്നി സാച്ചിക്ക് അടുത്തു ചെന്ന് പാറ്റി പോയതെന്താ എന്ന് ചോദിച്ചു. ആ കുഴപ്പമില്ല, അവനിപ്പോ വീട് വിട്ട് പുറത്തിറങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നെങ്കിലും ഉണ്ടല്ലോ എന്നായിരുന്നു സാച്ചിയുടെ മറുപടി. മിന്നി അതെന്താ എന്ന് കാര്യം തിരക്കി. പാറ്റിയുടെ ഫിയാൻസി എയർഫോഴ്സിലെ ഹെലികോപ്റ്റർ പൈലറ്റായിരുന്ന എൻജെ എന്ന ധീരയായ വനിത ഒരു ആക്രമണത്തിൽ മരണപ്പെട്ട കാര്യം അപ്പോഴായിരുന്നു സാച്ചി മിന്നിയോട് വിശദീകരിക്കുന്നത്. 2 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അത്. അതിനുശേഷം പാറ്റി അങ്ങനെ സന്തോഷപ്പെട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയോ അധികമാരും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അവൻ പിന്നെയും ചെറിയ തോതിലെങ്കിലും സന്തോഷിച്ചും ചിരിച്ചുമൊക്കെ കാണുന്നത്. അടുത്ത ദിവസം എയർ ഡ്രാഗൺസിന്റെ മീറ്റിംഗ് വിളിച്ചു. ഇന്റലിജൻസ് ഓഫീസർ സെറീന ബീഗം അവിടെ എത്തിയിരുന്നു. 200 കിലോ RTXും മജീദ് ഖാൻ എന്ന വ്യക്തിയെയും ഇന്ത്യൻ ആർമി അറസ്റ്റ് ചെയ്ത വിവരം ഇന്റലിജൻസ് ഏജന്റ് അവരെ അറിയിച്ചു. മതനേതാവ് കൂടിയായ മജീദ് ഖാൻ അറസ്റ്റ് ചെയ്തതോടെ അവിടുത്തെ വാലികളിൽ കല്ലേറടക്കം ആഭ്യന്തരമായി പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഇന്റലിജൻസ് ഏജന്റ് വ്യക്തമാക്കി. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തീവ്രവാദി അസ്ഹർ ഖാൻ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. പല വലിയ സ്ഫോടനങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ബാലക്കോട്ടിലെ ട്രെയിനിങ് സെന്ററിൽ അയാളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. ഇന്ത്യക്കെതിരെ അവർ ആക്രമണത്തിന് മുതിരുന്നു എന്ന സൂചനയാണിത്. അവർ POKയുടെ സമീപത്തുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. POKയിലെ സ്ക്വാഡ്രൺ ലീഡറായ അവരുടെ മികച്ച പൈലറ്റ് റെഡ്നോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയും അവിടെ പോസ്റ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തയ്യാറായിട്ടിരിക്കണം. കൂട്ടത്തിൽ വാലിയിലുള്ള കല്ലേറും പ്രശ്നങ്ങളും നിയന്ത്രിക്കാൻ CRPF കോൺവോയ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നും ഇന്റലിജൻസ് ഏജന്റ് വ്യക്തമാക്കുകയാണ്. വിശദീകരണം കഴിഞ്ഞതും ട്രെയിനിങ്ങിന്റെ ഭാഗമായി അടുത്ത ട്രെയിനിങ്ങിന് ജമ്മുവിലേക്ക് പോകുവാൻ ഏവരും തയ്യാറെടുക്കുന്നു. മിന്നിയുടെ ഹെലികോപ്റ്ററിലായിരുന്നു അവർ ജമ്മുവിലേക്ക് പോയത്. പോകുന്ന വഴിയിൽ വാലിയിലെ പ്രശ്നങ്ങൾ തടയാനെത്തുന്ന CRPF ജവാന്മാരടങ്ങുന്ന കോൺവോയ് അവർ നേരിൽ കണ്ടു. പരസ്പരം ഇരു സംഘങ്ങളും ഇന്ത്യൻ ത്രിവർണ പതാക വീശി. ജമ്മുവിൽ പാറ്റിയുടെ വീട്ടിലായിരുന്നു ഏവരും ഒത്തുകൂടിയത്. പാറ്റിയുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഹാങ് ഔട്ട് ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ച് മിന്നി എൻജെയുടെ ഫോട്ടോ ഭിത്തിയിൽ തൂക്കിയിരുന്നത് നോക്കിക്കണ്ടു. മിന്നിക്കും പാറ്റിക്കുമിടയിൽ പ്രണയം വളരുന്നു എന്നത് വ്യക്തമാകുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നായിരുന്നു ആ ദുരന്തം നടന്നത്. താഴ്വരയിലെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനെത്തിയ CRPF കോൺവോയെ അസ്ഹർ അയച്ച തീവ്രവാദി വലിയ സ്ഫോടനത്തിനു വിധേയമാക്കി. വിവരമറിഞ്ഞ് എയർബേസിലേക്ക് പറന്നിറങ്ങിയ മിന്നിയും പാറ്റിയും സംഘവും
സ്വപ്നവും കണ്ടത് പരിക്കേറ്റ് മരണത്തോട് മല്ലിടുന്ന പല ജവാന്മാരെയും ജീവൻ നഷ്ടപ്പെട്ട കുറേയധികം ജവാന്മാരുടെ മൃതശരീരവുമായിരുന്നു. അത്രമേൽ അവരുടെ രോഷം അത് ആളിക്കത്തിച്ചേരുന്നു. തിരിച്ചടിക്കണം എന്ന് പാറ്റിയടക്കം മീറ്റിംഗ് ചേർന്നപ്പോൾ ഷൗട്ട് ചെയ്തു. കമാൻഡിംഗ് ഓഫീസർ അവരെ ശാന്തരാക്കി നിർത്താൻ ശ്രമിച്ചു. ഇന്റലിജൻസ് ഏജന്റിന്റെ വിശദീകരണം ലഭിച്ചു. മജീദ് ഖാനുമായി RDS പീഡിപ്പിക്കപ്പെട്ടത് അസറിന്റെ തന്ത്രമായിരുന്നു. എയർഫോഴ്സ് ആക്രമിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അസർ മജീദിനെ പിടിപ്പിച്ച് താഴ്വരയിൽ കലാപമുണ്ടാക്കി അങ്ങോട്ടേക്ക് CRPF എത്തുവാൻ നിർബന്ധിത സാഹചര്യം തീർക്കുകയായിരുന്നു. ശേഷം അവൻ ആ കോൺവോയെ സ്ഫോടനത്തിന് വിധേയമാക്കി. 70 പട്ടാളക്കാർ കൊല്ലപ്പെടുകയും 85ഓളം പേർക്ക് സീരിയസ് പരിക്കുപറ്റുകയും ചെയ്തു. വിവരം പാകിസ്ഥാൻ അറിഞ്ഞതോടെ അവരവരുടെ എയർ കൺട്രോളിംഗ് സംവിധാനവും എയർ കമാൻഡിംഗ് ഓഫീസർക്കുമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉറിയെപ്പോലൊരു തിരിച്ചടി അവർ ഭയപ്പെടുന്നുണ്ട്. വിശദീകരണത്തിന് ശേഷം ഇന്റലിജൻസ് ഏജന്റ് പോയതും നമ്മൾ വൈകാതെ ബോർഡർ പ്രദേശത്ത് പട്രോളിംഗ് ആരംഭിക്കണം എന്ന് CEO ഉത്തരവിടുന്നു. പക്ഷേ പാറ്റിയെ അതിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. പാറ്റിയോടുള്ള എന്തോ ഒരു വിദ്വേഷം കാരണം പാറ്റിയെ സീനിയർ ഓഫീസർ ഡൽഹിയിലെ മീറ്റിംഗിന് പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പോവാൻ നിർദ്ദേശിച്ചു. പാകിസ്ഥാൻ എപ്പോ വേണമെങ്കിലും ആക്രമണം നടത്താം, താൻ ഇവിടെ ഉണ്ടാവണം എന്ന് പാറ്റി അപേക്ഷിച്ച് നോക്കിയെങ്കിലും കമാൻഡിംഗ് ഓഫീസർ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഡൽഹിയിലെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലം പാറ്റിയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. മീറ്റിംഗിൽ ഒരു തീരുമാനം ഉടലെടുത്തു. പാകിസ്ഥാനുമേൽ ആക്രമണം നടക്കണം. പക്ഷേ അത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയല്ല, അവിടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ വേണം ഇന്ത്യൻ ആർമി ആക്രമണം നടത്തുവാൻ. സിവിലിയൻസിന് ഒരു പരിക്കും പറ്റാനും പാടുള്ളതല്ല. വൈകാതെ തന്നെ അതിനുവേണ്ടിയുള്ള നടപടികളും തീരുമാനങ്ങളും ഉണ്ടായി. 16 മിനിറ്റ് സമയമാണുള്ളത്. പാകിസ്ഥാൻ ഇന്റലിജൻസിന് ഒരു വിവരവും കിട്ടാത്ത തരത്തിൽ മുഴുവൻ ദിശമാറ്റങ്ങളും വരുത്തിയ ശേഷം 16 മിനിറ്റ് കൊണ്ട് ദൂരെയുള്ള ഒരു എയർ സ്റ്റേഷനിൽ നിന്നും പാകിസ്ഥാനിലെ തീവ്രവാദ മേഖലയിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്തി വേഗത്തിൽ തിരികെ എത്തുക എന്നതായിരുന്നു ദൗത്യം. അങ്ങനെ ദൗത്യം ആരംഭിച്ചു. ഫൈറ്റർ ജെറ്റുകൾ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പറന്നു. പാകിസ്ഥാനിലെ ബാലക്കോട്ടിലുള്ള തീവ്രവാദ കേന്ദ്രത്തിൽ പുലർച്ചെ 3:40 ഇന്ത്യൻ എയർഫോഴ്സ് ആക്രമണം നടത്തി. അവിടുണ്ടായിരുന്ന അസറിനും സാരമായി പരിക്കേറ്റിരുന്നു. ഏറ്റവും പുറകിലായി ചെക്കിങ്ങിന് വന്നിരുന്നത് പാറ്റിയായിരുന്നു. ആക്രമണം കഴിഞ്ഞതും ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ തിരികെ രാജ്യത്തേക്ക് പറക്കാൻ തുടങ്ങി. അസർ പാകിസ്ഥാൻ എയർഫോഴ്സിന് നിർദ്ദേശം കൈമാറിയതും പാകിസ്ഥാൻ എയർഫോഴ്സ് ടീം അറ്റാക്കിനായി ആകാശത്തേക്ക് പറന്നുയർന്നു. അവരുടെ പ്രധാന ഫൈറ്റർ ജെറ്റ് പൈലറ്റ് റഡ്നോസ് ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തതും. ആക്രമണത്തിന് പോയ ഫൈറ്റർ ജെറ്റുകളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ അതിർത്തി കടന്ന് തിരികെ പ്രവേശിച്ചു. ആ വിവരം ലഭ്യമായതും എയർ ഡ്രാഗൺസായ പാറ്റിക്കും താജിനും ബേസിലേക്ക് തിരികെ എത്താൻ നിർദ്ദേശവും കൊടുത്തു. ടീമിനെ പ്രൊട്ടക്ട് ചെയ്യലായിരുന്നു അവരുടെ ഡ്യൂട്ടി. പക്ഷേ റഡ്നോസ് പറന്നെത്തി താജിനെ മിസൈൽ ലോക്ക് ചെയ്തു. പാറ്റി അത് തിരിച്ചറിഞ്ഞ് റഡ്നോസിന്റെ പിന്നിലേക്ക് പറന്നിറങ്ങി റഡ്നോസിനെ ലോക്ക് ചെയ്യുകയുണ്ടായി. അതോടെ ഒരു ഡബിൾ ലോക്ക് സംഭവിച്ചു. റഡ്നോസ് താജിനെ മിസൈൽ വെച്ച് വെടിവെച്ചിട്ടാൽ പാറ്റി റഡ്നോസിനെ ഇല്ലാതാക്കും. പക്ഷേ അപ്പോഴും താജ് കൊല്ലപ്പെടാൻ പാടില്ലല്ലോ. അതോടെ പാറ്റി റഡ്നോസുമായി റേഡിയോയിലൂടെ സംസാരിക്കുന്നു. തന്റെ മികച്ച കഴിവിലൂടെ റഡ്നോസിനെ ഭയപ്പെടുത്തി പാറ്റി മിസൈൽ ലോക്കിൽ നിന്ന് പിന്മാറ്റുകയാണ്. സുരക്ഷിതമായി താജിന്റെ സംഘവും പാറ്റിയുടെ ടീമും തങ്ങളുടെ ഫൈറ്റർ ജെറ്റുമായി ബേസിൽ ലാൻഡ് ചെയ്യുന്നു. ബാലക്കോട്ട് അറ്റാക്ക് പൂർണ്ണ വിജയമാകുന്നു. പാറ്റിക്കത് ഏറെ പ്രശസ്തിയും നേടിക്കൊടുക്കുന്നു. മറുവശത്ത് അസർ ആകട്ടെ പാകിസ്ഥാൻ മിലിറ്ററിയെ അതിന്റെ പേരിൽ വലിയ തോതിൽ പുച്ഛിക്കുകയും ഇരികേറ്റുകയും ചെയ്യുകയായിരുന്നു. പാകിസ്ഥാനോട് ഇന്ത്യയെ ആക്രമിക്കാൻ അയാൾ പറഞ്ഞു. വൈകാതെ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഒരു എയർ സ്ട്രൈക്കിന് തീരുമാനമാകുന്നു. നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നുകയറി ബേസുകൾ ആക്രമിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ ആക്രമിച്ചവർ നേരെ തിരികെ പോയി. പിന്നീട് 2 ഫ്ലൈറ്റുകൾ ആക്രമണത്തിന് മുന്നിട്ട് വന്നു. അതിനെ എതിരിടാൻ പാറ്റിയും താജും ചെന്നു. അതിനു മുമ്പ് വന്ന് ഫൈറ്റ് ചെയ്തു പോയ ഫൈറ്റർ ജെറ്റുകളെ ആക്രമിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുകൾ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാൻ അനുമതി ചോദിച്ചെങ്കിലും ഹെഡ് അത് കൊടുത്തില്ല. തിരികെ വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മറുവശത്ത് പാറ്റിയും താജും രണ്ടാമതെത്തിയ പാക് പൈലറ്റുകളെ പിന്തുടർന്ന് പോവുകയായിരുന്നു. അവർ LOCക്ക് അടുത്തെത്തിയതും അവരുടെ റേഡിയോ വർക്ക് ചെയ്യാതായി. ജാം ചെയ്ത പോലെ. അതുകൊണ്ട് തന്നെ LOC ക്രോസ് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചെങ്കിലും അതവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും പാറ്റി അകത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു. 2 പാക് ഫൈറ്റർ ജെറ്റുകളും 2 വഴിക്ക് പിരിഞ്ഞു. പാറ്റി ഒന്നിന്റെ പുറകെ പോയപ്പോൾ താജ് മറ്റൊന്നിന്റെ പുറകെ പോയി. താജ് പോയത് റഡ്നോസിന്റെ പിന്നാലെയായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അതൊരു ട്രാപ്പായിരുന്നു. താജ് അകത്ത് കടന്നതും പാകിസ്ഥാന്റെ മറ്റു കുറെ ഫൈറ്റർ ജെറ്റുകൾ താജിനെ വളഞ്ഞു. പാറ്റിക്ക് വന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അതിനു മുമ്പേ അവർ താജിന് നേരെ മിസൈൽ പായിച്ചു. റഡ്നോസ് പാറ്റിക്കൊരുക്കിയ കെണിയായിരുന്നു അത്. പക്ഷേ പെട്ടതോ താജുമായിരുന്നു. പാറ്റി രക്ഷപ്പെടാൻ പോവാൻ ശ്രമിച്ചെങ്കിലും എയർഫോഴ്സ് ഹെഡ് പാറ്റിയെ തിരികെ വിളിച്ചു. കമാൻഡ് അംഗീകരിക്കുകയല്ല
അല്ലാതെ പാറ്റിക്ക് വഴിയുണ്ടായിരുന്നില്ല. പാറ്റി തിരികെ പറന്നിറങ്ങി. താജിന്റെ അസിസ്റ്റന്റ് ബാഷും പാകിസ്ഥാന്റെ കെണിയിൽപ്പെട്ട് പാകിസ്ഥാനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അനുവാദമില്ലാതെ LOC ക്രോസ് ചെയ്തു എന്ന പേരിൽ പാറ്റി പിന്നീട് അങ്ങോട്ടേക്ക് ക്രൂശിക്കപ്പെടുകയായിരുന്നു. പാറ്റിയുടെ വിരോധമുണ്ടായിരുന്ന CEO പാറ്റിയെ കോർട്ട് മാർഷൽ അന്വേഷണത്തിന് വിധിച്ചു. പാറ്റിയുടെ അസിസ്റ്റന്റ് ഉണ്ണിയെയും അതിൽ പെടുത്തിയിരുന്നു. എല്ലാം പാറ്റിയെ തകർത്തു കളഞ്ഞിരുന്നു. വൈകാതെ പട്ടാള കോടതിയിൽ വെച്ച് പാറ്റിയുടെയും ഉണ്ണിയുടെയും പ്രവൃത്തിയുടെ അന്വേഷണം നടന്ന് വിധി വരികയാണ്. റേഡിയോ വർക്കല്ലാത്തതിനാലും മറ്റും പാറ്റി ചെയ്തത് ഒരു തെറ്റായി കണക്കിലാക്കാൻ പറ്റില്ലെന്നും പാറ്റിയെ എയർഫോഴ്സിൽ നിന്ന് അതുകൊണ്ട് തന്നെ കോർട്ട് മാർഷൽ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ പട്ടാള കോടതി പക്ഷേ എയർ ഡ്രാഗണിൽ നിന്നും പാറ്റിയെ പിരിച്ചുവിട്ടു. പാറ്റിയെ ഹൈദരാബാദിലെ അക്കാഡമിയിൽ ഇൻസ്ട്രക്ടറായി നിയമിച്ചു. പാറ്റിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റാവുന്നതായിരുന്നില്ല. മാത്രമല്ല കൂട്ടുകാരൻ താജ് ഇപ്പോഴും പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. താജിന്റെ ഭാര്യ സാച്ചിയാകട്ടെ അവന് മുഖം കൊടുക്കുന്നു പോലുമില്ല. അവനോട് വെറുപ്പ് കാട്ടുന്നു. പാറ്റിയുടെ വിധി വന്നിയെന്ന് മിന്നി ക്യാപ്റ്റൻ റോക്കിയെ കണ്ടു. റോക്കിയുമായി സംസാരിച്ചു. എന്തുകൊണ്ടാണ് പാറ്റിക്കെതിരെ അത്തരമൊരു തീരുമാനമെടുത്തത്? ടീം അതിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞു. റോക്കി എന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. പാറ്റി ടീമിലുണ്ടെങ്കിൽ ഏവരുടെയും ജീവൻ അപകടത്തിലാകുമെന്നും കമാൻഡുകൾ അംഗീകരിക്കാൻ പണ്ടും അവൻ ഒരുക്കമായിരുന്നില്ല എന്ന് പറഞ്ഞ റോക്കി പണ്ട് NJ മരിക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി വിശദീകരിച്ചു. NJയും പാറ്റിയും അന്നൊരു മിഷന് പോയതായിരുന്നു. വലിയ തോതിലുള്ള ഷെല്ലിംഗ് കാരണം ചോപ്പേഴ്സിന് അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ധീരയായ NJ മുന്നോട്ടു പോകാൻ തയ്യാറായത്. NJയെ പ്രൊട്ടക്ട് ചെയ്യലായിരുന്നു പാറ്റിയുടെ ദൗത്യം. പാറ്റിയും NJയും ഒന്നു ചേർന്ന് അതിന് ശ്രമിച്ചെങ്കിലും NJയുടെ ചോപ്റ്ററിന് ശത്രുക്കളുടെ മിസൈൽ പതിക്കുകയായിരുന്നു. അന്ന് ചോപ്റ്റർ തകർന്നു വീണ് NJ മരണപ്പെട്ടു. പാറ്റിയുടെ കൺമുമ്പിലായിരുന്നു NJ കൊല്ലപ്പെട്ടത്. പാറ്റിക്കെന്ന് സുഖമായി NJയോട് പോവരുതെന്നും ആക്രമണം നടത്തരുതെന്നും പറയാമായിരുന്നു. പാറ്റി അത് ചെയ്തില്ല. അതിൽ റോക്കിക്ക് വലിയ ദേഷ്യവും വിദ്വേഷവും പാറ്റിയോടുണ്ടായിരുന്നു. അതിനും ഒരു പ്രധാന കാരണമുണ്ട്. മരണപ്പെട്ട NJ ക്യാപ്റ്റൻ റോക്കിയുടെ സഹോദരിയായിരുന്നു. പാറ്റി ഹൈദരാബാദിന് പോയി. മിന്നയോട് പാറ്റിക്ക് പ്രണയം തോന്നിയിരുന്നെങ്കിലും സാഹചര്യങ്ങൾ അവരെ അകറ്റുകയായിരുന്നു. പാറ്റി അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. മികച്ച ഇൻസ്ട്രക്ടറായി മാറി. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ പാറ്റിയുടെ മനസ്സിൽ നിന്നും തന്റെ എയർ ഡ്രാഗൺ ടീമും എല്ലാത്തിലും ഉപരിയായി കൂട്ടുകാരായ താജും ബാഷും പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ളതും നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അവൻ അതിൽ നിന്നും ഓടിയൊളിക്കാനോ സന്തോഷിക്കാനോ സാധിച്ചില്ല. ഒടുവിൽ ആ കൊല്ലത്തെ ട്രെയിനിങ്ങും അക്കാഡമിക്സും കഴിഞ്ഞതും പാറ്റി രാജിവെക്കാൻ തീരുമാനിക്കുകയാണ്. തന്റെ ഓഫീസർക്ക് പാറ്റി രാജിക്കത്തും കൈമാറി. പാറ്റിയോട് ലീവ് എടുത്തൊന്ന് ആലോചിക്കാൻ പറഞ്ഞ് ഓഫീസർ പാറ്റിയെ പറഞ്ഞയച്ചു. തന്റെ തീരുമാനം മാറില്ലെന്നായിരുന്നു പാറ്റിയുടെ മറുപടി. അന്ന് പാറ്റി തിരികെ ജമ്മുവിലേക്ക് പോകുന്നു. എയർപോർട്ടിൽ വെച്ച് ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല. വളരെ യാദൃച്ഛികമായി പാറ്റി എന്ന് അവിടുത്തെ എയർഗ്രൗണ്ട് സ്റ്റാഫായ മിന്നിയുടെ അച്ഛനെ കാണുകയാണ്. മിന്നിയുടെ അമ്മയും സാന്ദർഭികമായി അവിടെ ഉണ്ടായിരുന്നു. അത് മിന്നിയുടെ അച്ഛനാണെന്ന് മനസ്സിലായതും പാറ്റി മിന്നിയെപ്പറ്റി, മിന്നി ആരാണെന്നും ഇപ്പോൾ എന്താണെന്നും അവരോട് വളരെയധികം അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നു. ആ അച്ഛൻ എന്തു വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തുന്നു. തന്റെ മികച്ച സംസാരം കൊണ്ട് അവരുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കിയ ശേഷം പാറ്റി തിരികെ ജമ്മുവിലേക്ക് പോരുകയാണ്. ജമ്മുവിലെത്തി പാറ്റി അവിടെ വീട്ടിൽ തുടരാൻ തുടങ്ങി. ആ സമയത്താണ് ആ വാർത്ത വരുന്നത്. നയതന്ത്ര ബന്ധങ്ങളിലൂടെ താജിനെയും ബാഷിനെയും മോചിപ്പിച്ച് കെട്ടുവാൻ തീരുമാനമായിരിക്കുന്നു. അങ്ങനെ താജും ബാഷും തിരിച്ചെത്തും എന്നറിഞ്ഞ ദിവസം പാറ്റി അവരെ കാണുവാൻ ശ്രീനഗറിലെ എയർബേസിലേക്ക് ചെല്ലുന്നു. ഉണ്ണിയും മിന്നിയും അവനെ വെൽക്കം ചെയ്തു. വൈകാതെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി. പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല ബാഷ് വന്നിരുന്നത്. ബാഷിന്റെ മൃതദേഹമായിരുന്നു ആർമി ബേസിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ടത്. പീസുകളായി അവന്റെ മൃതദേഹം മുറിക്കപ്പെട്ടിരുന്നു. താജിനെ പറ്റി ഒരു വിവരവുമില്ല. നയതന്ത്ര ബന്ധം പരാജയപ്പെട്ടിരിക്കുന്നു. തീവ്രവാദി അസ്ഹർ അവരെ എതിർത്ത് സംസാരിച്ചതിന് മിലിറ്ററി ഉദ്യോഗസ്ഥരായ താജിനോടും ബാഷിനോടും ഏറെ ക്രൂരത പ്രവർത്തിച്ചിരിക്കുന്നു. പിന്നീട് ഔദ്യോഗിക ചടങ്ങുകളോടെ ബാഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. എയർ ഡ്രാഗൺസ് ഓഫീസേഴ്സിനെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെയും ഏറെ ദുഃഖിപ്പിച്ചൊരു സംഭവമായിരുന്നു അത്. താജും അതുപോലെ മരണപ്പെടുമോ എന്ന് സാച്ചി ഭയപ്പെട്ടിരുന്നു. പാറ്റി സാച്ചിയോട് സംസാരിച്ചു. ഒരു തവണ കൂടി തന്നെ വിശ്വസിക്കാനും താജിനെ താൻ ജീവനോട് കൊണ്ടുവരും എന്നും അവൻ സാച്ചിക്ക് വാക്കുകൊടുത്തു. കണ്ണീരോടെ സാച്ചി ഓടിവന്നവനെ കെട്ടിപ്പിടിച്ചു. താജ് അപ്പോഴും ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട് അസ്ഹറിന്റെ തടവിലായിരുന്നു. ആ സമയമാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഇന്റലിജൻസ് ഓഫീസർ എന്ന പേരിൽ
പേരിൽ അവരുടെ മുമ്പിലെത്തിയ ഏജന്റ് ശരിക്കും ഒരു ഡബിൾ ഏജന്റ് ആണെന്ന്, ഇന്ത്യ ഉടൻ പാകിസ്ഥാനുമേൽ അറ്റാക്ക് ചെയ്യും എന്നൊരു നിർദ്ദേശം അയാളിൽ നിന്നും അസറിന് ലഭിച്ചു. അസറിന്റെ നിർദ്ദേശത്തോടെ പാകിസ്ഥാന്റെ വ്യോമയാന മേഖല മുഴുവൻ കുറച്ചു ദിവസത്തേക്ക് സ്തംഭിക്കപ്പെട്ടു. അതൊന്നും കൂടാതെ LOCയിൽ പാകിസ്ഥാൻ മിസൈലുകൾ അടക്കം സ്ഥാപിച്ചു. പാകിസ്ഥാൻ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ ഇന്ത്യ തോറ്റ് പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. പദ്ധതിയുമായി മുന്നോട്ടു പോവാൻ അവർ തീരുമാനിച്ചു. പക്ഷേ പാറ്റിയെ അപ്പോഴും ആ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നുമില്ല. മിന്നിയും സംഘവും അതിന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കെ അങ്ങോട്ടേക്ക് മിന്നിയുടെ അച്ഛനും അമ്മയും വന്നു. അവരെ നോക്കിക്കണ്ട മിന്നിക്ക് അത്രമേൽ സന്തോഷം തോന്നിയിരുന്നു. പാറ്റി പറഞ്ഞിട്ടാണ് അമ്മയുടെയും അച്ഛന്റെയും മനസ്സ് മാറിയത് എന്ന് മിന്നിയും തിരിച്ചറിഞ്ഞു. മിഷന് പോവാനുള്ളതുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് മിന്നി തിരികെ പോന്നു. പാറ്റിക്ക് അടുത്തെത്തി അതിനൊക്കെയും നന്ദി പറയുകയും ചെയ്തു. താജിനെ രക്ഷപ്പെടുത്തലായിരുന്നു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. വലിയ ബോയിങ് വിമാനത്തിൽ സോൾജേഴ്സിനെ താജ് അടക്കപ്പെട്ടിരിക്കുന്ന ഇടത്തേക്ക് എത്തിക്കും. അവരവിടെ ആക്രമണം നടത്തും. താജിനെ രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ ചോപ്റ്ററുകൾ എത്തി താജിനെയും മറ്റ് പട്ടാളക്കാരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ചോപ്റ്ററിന് പ്രൊട്ടക്ഷൻ ഏകുവാൻ ഫൈറ്റർ ജെറ്റുകളും ചെല്ലുന്നതായിരിക്കും. സോൾജേഴ്സിനെയും വഹിച്ച് വലിയ വിമാനം LOC കടന്ന് പാകിസ്ഥാൻ മേഖലയിലെത്തി. എയർ കൺട്രോൾ റൂമിൽ സിഗ്നൽ ലഭിച്ചു. പക്ഷേ വിമാനത്തിന്റെ പൈലറ്റ് എയർ കൺട്രോൾ റൂമിലേക്ക് തങ്ങൾ റഷ്യൻ ഫ്ലൈറ്റ് ആണെന്നും സിഗ്നൽ കിട്ടാതെ വഴിമാറി വന്നതാണ്, റേഡിയോ ജാമായിരിക്കുകയാണ് എന്നൊക്കെ റഷ്യക്കാരനെ പോലെ സംസാരിച്ച് സോൾജേഴ്സ് ഇറങ്ങുന്നതുവരെയുള്ള സമയം അവിടെ പിടിച്ചു നിന്നു. സോൾജേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞതും പാകിസ്ഥാൻ ഓഫീസേഴ്സിനെ വിഡ്ഢികളാക്കി അവിടെ നിന്ന് തിരികെ പറന്നു. വിമാനത്തിന് മുകളിൽ ഒളിച്ചിരുന്ന ഫൈറ്റർ ജെറ്റുകൾ ആക്രമണത്തിനായി പറന്നുമാറുകയും ചെയ്തു. അപ്പോൾ മാത്രമായിരുന്നു എയർ കൺട്രോൾ റൂമിലെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് അപകടം മനസ്സിലാകുന്നത്. ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ എയർ കൺട്രോൾ റൂമിൽ റോക്കിക്കും ചീഫിനുമൊപ്പം പാറ്റിയും ഉണ്ടായിരുന്നു. മികച്ച രീതിയിൽ പോരാട്ടം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്ത് ചോപ്റ്ററുകൾ സുരക്ഷിതമാക്കാൻ അവസരമൊരുക്കി. തീവ്രവാദ കേന്ദ്രത്തിലേക്ക് പറന്നിറങ്ങിയ സോൾജിയേഴ്സ് ആക്രമണം ആരംഭിച്ചിരുന്നു. അവിടെ ആ സമയം ഡബിൾ ഏജന്റായ ഇന്റലിജൻസ് ഓഫീസറും ഉണ്ടായിരുന്നു. അയാൾ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. യാഥാർത്ഥ്യത്തിൽ അപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ആ ഡബിൾ ഏജന്റ് ചെയ്തത്. രാത്രിയിലാണ് ആക്രമണം ഉണ്ടാവുക എന്ന് പാകിസ്ഥാനെ അയാൾ വിശ്വസിപ്പിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു ഇന്ത്യക്ക് എളുപ്പത്തിൽ പാകിസ്ഥാൻ എയർ കൺട്രോൾ റൂമിനെയും മറ്റും കബളിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അസറും സംഘവും സോൾജേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിരുന്നാലും സോൾജേഴ്സ് മികച്ച രീതിയിൽ പോരടിക്കുകയും താജിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. മിന്നി പറന്നിറങ്ങി താജിനെ രക്ഷപ്പെടുത്തി. മിഷന്റെ ആദ്യഘട്ടം പൂർണ്ണമായിരിക്കുന്നു. സുഖി എത്തി ബാക്കി പട്ടാളക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. പക്ഷേ സുഖി ഹെലികോപ്റ്റർ ഇറക്കി പട്ടാളക്കാരെ രക്ഷപ്പെടുത്താൻ പോയതും സുഖിയുടെ ഹെലികോപ്റ്റർ ഒരു മിസൈലിനാൽ ആക്രമിക്കപ്പെട്ടു. അത് ചെയ്തത് അസറായിരുന്നു. പിന്നാലെ ഫൈറ്റർ ജെറ്റുകളും ആകാശത്ത് വെച്ച് ആക്രമിക്കപ്പെടാൻ തുടങ്ങി. തീവ്രവാദി സംഘത്തിലെ കൂടുതൽ ആളുകൾ പ്രശ്നബാധിത മേഖലയിലേക്ക് എത്തിത്തുടങ്ങി. മിന്നിക്ക് അവിടെ നിന്ന് പറന്ന് തിരികെ പോരേണ്ടി വന്നു. നടക്കുന്ന കാര്യങ്ങൾ അതിനോടകം മിന്നി എയർ കൺട്രോൾ റൂമിലേക്ക് റിപ്പോർട്ടും ചെയ്തു. അതോടെ ബാക്കപ്പിന് ആരെയെങ്കിലും അയച്ചേ മതിയാകൂ എന്നുള്ള അവസ്ഥ വരികയാണ്. ഒരു ടീമിനെ അയക്കുവാൻ ചീഫ് തയ്യാറെടുക്കുമ്പോഴേക്കും തന്റെ യൂണിഫോം എടുത്തണിഞ്ഞ് പാറ്റി ഫൈറ്റർ ജെറ്റിനകത്ത് കയറിയിരുന്നിരുന്നു. പാറ്റിക്ക് അനുവാദമില്ലെന്നും അവിടെ നിന്ന് പോകണമെന്നും ചീഫ് ആവശ്യപ്പെട്ടു. പാറ്റി വീണ്ടും റിക്വസ്റ്റ് ചോദിച്ചെങ്കിലും ചീഫ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ റോക്കി മുന്നോട്ടേക്ക് വന്നു. ക്യാപ്റ്റൻ റോക്കി എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുത്തുകൊള്ളാമെന്നും ആവശ്യമെങ്കിൽ കോർട്ട് മാർഷൽ വരെ താൻ നേരിട്ടോളാം എന്നും പറഞ്ഞു. അവിടെ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി റോക്കി ചീഫിനോട് കൂടുതൽ വിശദീകരിച്ചു. അതോടെ ചീഫും പൂർണ്ണമായി അവരെ പിന്തുണയ്ക്കുകയാണ്. പാറ്റിയുടെ അസിസ്റ്റന്റ് പൈലറ്റായി അന്ന് പാറ്റിക്കൊപ്പം ജോയിൻ ചെയ്യാൻ ഇറങ്ങിച്ചെന്നത് പാറ്റിയോട് എന്നും വൈരാഗ്യം വെച്ചു പുലർത്തിയിരുന്ന പാറ്റിയുടെ ക്യാപ്റ്റനായ റോക്കി തന്നെയായിരുന്നു. വൈകാതെ അവരുടെ ഫൈറ്റർ ജെറ്റ് ആകാശത്തേക്ക് പറന്നുയർന്നു. പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകളെ ആക്രമിച്ച് തകർത്തുകൊണ്ട് തങ്ങളുടെ പോരാട്ടം അവർ ആരംഭിച്ചു. പിന്നെ ആകാശത്ത് നടന്നത് വളരെ വലിയൊരു എയർ ഫൈറ്റ് തന്നെയായിരുന്നു. അന്നും പാറ്റിക്കെതിരെ റെഡ് നോസ് മുന്നിട്ട് വന്നു. പാകിസ്ഥാന്റെ മറ്റ് ഫൈറ്റർ ജെറ്റുകൾ മുഴുവൻ തകർത്ത പാറ്റി ഏറ്റവും ഒടുവിൽ തങ്ങളുടെ ഫൈറ്റർ ജെറ്റ് തന്നെ റെഡ് നോസിന്റെ ഫൈറ്റർ ജെറ്റിനോട് കൂട്ടിയിടിപ്പിക്കാൻ പാകത്തിന് പായിച്ച് ഫൈറ്റർ ജെറ്റിൽ നിന്ന് ഒരേ സമയം എജക്ട് ചെയ്ത് രക്ഷപ്പെടുകയും റെഡ് നോസിനെ വകവരുത്തുകയും ചെയ്തു. താഴെ തീവ്രവാദ കേന്ദ്രത്തിൽ അസർ അപ്പോൾ ആക്രമണം തുടരുകയായിരുന്നു. കയ്യിൽ കിട്ടിയ സൂക്കിയെ അസർ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും അങ്ങോട്ടേക്ക് പാറ്റി എത്തി. അസറുമായി വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു. പരാജയപ്പെടുമെന്ന ഘട്ടമെത്തിയതും അസർ രക്ഷപ്പെട്ടു പോകുവാൻ ശ്രമിച്ചു. അപ്പോഴേക്കും മിന്നിയും താജും റോക്കിയുടെയും പട്ടാളക്കാരുടെയും സഹായത്തിനെത്തിയിരുന്നു. രക്ഷപ്പെട്ടു പോകുവാൻ പോയി അസറിനെ ജീപ്പിൽ ചാടിപ്പിടിച്ച് പാറ്റി അറ്റാക്ക് ചെയ്തു. ഒടുവിൽ അസറിനെ ജീപ്പിൽ ബന്ധിച്ച് ഉയർന്നു പൊങ്ങി ചാടുന്നിടത്തു നിന്നും മിന്നിയുടെ ഹെലികോപ്റ്ററിലേക്ക് കൃത്യസമയത്ത് ചാടിപ്പിടിച്ച് പാറ്റി രക്ഷപ്പെടുകയും ജീപ്പിനോടൊപ്പം അസർ വെടിമരുന്ന് നിറച്ച് കെട്ടിടത്തിലേക്ക് വീണ് വലിയ സ്ഫോടനത്തിൽപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. ഹെലികോപ്റ്ററിൽ
മുകളിൽ തൂങ്ങിപ്പിടിച്ചു കിടന്ന് രക്ഷപ്പെട്ടു പോന്ന പാറ്റിയെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റിയത് അവന്റെ ഒറ്റ സുഹൃത്തായ രക്ഷപ്പെടുത്തി കൊണ്ടുപോരുന്ന താജായിരുന്നു. അത് കണ്ട് മിന്നിയും സന്തോഷിച്ചു. വൈകാതെ ഏവരും തന്നെ ബേസിലേക്ക് പറന്നിറങ്ങി. അവരെ വെൽക്കം ചെയ്യാൻ ഒരുപാട് പേർ എത്തിച്ചേർന്നിരുന്നു. മിഷൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആയിരിക്കുന്നു. സാച്ചി വീണ്ടും തന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിനെ കണ്ടു. ക്യാപ്റ്റൻ റോക്കി പാറ്റിക്ക് അടുത്തു വന്ന് പാറ്റിയെ അഭിനന്ദിച്ചു. ചില തെറ്റുകൾ എപ്പോഴും നിന്റെ മേൽ വെച്ചൊഴിയാൻ താൻ നോക്കിയിരുന്നു എന്ന് കുറ്റസമ്മതം നടത്തിയ ക്യാപ്റ്റൻ എല്ലാ പ്രശ്നങ്ങളും മറന്ന് പാറ്റിയുമായി വീണ്ടും ഒന്നിക്കുകയായിരുന്നു. മിന്നിയും പാറ്റിയുമായുള്ള അടുപ്പം മനസ്സിലാക്കി വെച്ചിരുന്ന ക്യാപ്റ്റൻ പാറ്റിയോട് മിന്നിയുടെ അടുത്തേക്ക് പോകുവാൻ പറഞ്ഞു. പാറ്റി മിന്നിയുടെ അടുത്തേക്ക് നടന്നെത്തി. മുമ്പ് പലവട്ടം അവളോട് പറയാൻ ശ്രമിച്ചിട്ടും പറയാതിരുന്ന പ്രണയം ചുംബനത്തിലൂടെ അവളോട് വെളിപ്പെടുത്തി. മിന്നിയും സന്തോഷത്തോടെ പാറ്റിയെ ചുംബിച്ചു. മിഷൻ വിജയിച്ച് ഏവരും സന്തോഷിക്കുന്ന ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.